ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ ദിവസം സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയാണ് മാർജാര ഒരു കല്ല് വെച്ച നുണ എന്ന് പറഞ്ഞ സിനിമ. മാർജാര ഒരു കല്ല് വെച്ച നുണ എന്ന് പറഞ്ഞ സിനിമ. സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ജേസൺ ചാക്കോ, ഹരീഷ് പെരടി, ടിനി ടോം, അതുപോലെ തന്നെ അഭിരാമി, രേണു സൗന്ദറാണ് നായികയായിട്ട് വന്നിട്ടുള്ളത്. സുധീർ കരമന, വിഹാന്, കൊല്ലം സുധി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളായിട്ട് അഭിനേതാക്കളായിട്ട് വന്നിട്ടുള്ളത്. രാകേഷ് ബാലയാണ് ഈ സിനിമയുടെ എഴുത്തുകാരനും അതുപോലെ തന്നെ ഡയറക്ടറായിട്ടുള്ളത്. ഈ സിനിമ 2020 തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് മാർജാര ഒരു കല്ലുവെച്ച നുണ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ സിനിമ ഏത് കാറ്റഗറി പെടുന്ന സിനിമയാണെന്ന് നോക്കിയാൽ റൊമാൻസ് ഉണ്ട്, റൊമാൻറ്റിക്, ഹൊറർ ഉണ്ട്. ഹൊറർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാൻറ്റസി റൊമാൻറ്റിക് ഫാൻറ്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 മണിക്കൂർ 21 മിനിറ്റാണ് സിനിമയുടെ പിന്നെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പം ഈ സിനിമയിലെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ നായകൻ ശന്തനു എന്നാണ് നായകൻ്റെ പേര് വരുന്നത്. വേറൊരു നായകനോട് വരുന്നുണ്ട്, ഇൻ്റർവലിന് ശേഷം വേറൊരു നായകനോട് വരുന്നുണ്ട്. വിഹാൽ എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിച്ച കഥാപാത്രമാണ്. വിഹാൽ എന്നാണ് നായകൻ്റെ പേര് വരുന്നത്. വിഹാൻ ജേസൺ ചാക്കോ ആണ് ഈ ശന്തനു എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. അപ്പം ഈ നമ്മുടെ നായകൻ്റെ മെയിനായിട്ടുള്ള ജോലി എന്താണെന്ന് ചോദിക്കാൽ ഒളിവെട്ട് കള്ളൻ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ ഒരു ഒളിവെട്ട് കള്ളൻ്റെ കഥയാണ്. ഒളിവെട്ട് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പലരും പല സ്ഥലങ്ങളിലും പല വേർഡുകളിലും പറയുന്ന സംഭവങ്ങളാണ്. അതായത് പിന്നെ ഭർത്താക്കന്മാരില്ലാത്ത വീടുകൾ തപ്പിയിട്ട് അവിടുത്തെ സ്ത്രീകളെ വശീകരിച്ചിട്ട് വശീകരിച്ച് വശത്താക്കിയതിന് ശേഷം അവരെ ഉപയോഗിച്ചുകൊണ്ട് അവരിൽ നിന്നും പണം കൈക്കലാക്കുന്ന ആ ഒരു സെറ്റപ്പ്, അതാണ് നമ്മുടെ നായകൻ്റെ ജോബ്. അപ്പോൾ നായകൻ ഒരു നാട്ടിലൊരു പ്രശ്നത്തിൽപ്പെടുന്നതും അവിടെ നിന്ന് നാട് വിട്ട് വേറൊരു ഒരു ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ ഒരു ആശ്രമം എന്ന് പറഞ്ഞൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യാണ്. അവിടേക്ക് ചെല്ലുന്നതിനും അവർക്ക് ഒരു പ്രത്യേക പ്ലാന് കാര്യങ്ങളുണ്ട്. വീട്ടിലേക്ക് അവൻ വരുന്നതിനും ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടാവും. അപ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു വീട്ടിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ്, ഒരു മിസ്റ്ററി സംഭവങ്ങളാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നതാണ്. 2 മണിക്കൂർ 21 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കിയാൽ ഒരു കൊച്ചു സിനിമയാണ്. നല്ലൊരു നല്ലൊരു പ്ലോട്ട് ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ അത്രേ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2020 തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് 2018 2015 ആ കാലഘട്ടത്തിലൊക്കെ ഇതുപോലുള്ള സിനിമകളൊക്കെ വന്നാൽ ചിലപ്പോൾ ഹിറ്റ് ആകുമായിരിക്കും. ആ ഒരു രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. മേക്കിംഗ് ആണ് മെയിനായിട്ട് പ്രശ്നമായി തോന്നിയത്. ബാക്കിയെല്ലാം പെർഫോമൻസുകളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ജേസൺ ചാക്കോ എന്ന കഥാപാത്രത്തിൻ്റെ, ചന്ദ്രൻ എന്ന കഥാപാത്രത്തിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ വിഹാൻ്റെ കഥാപാത്രമൊക്കെ നല്ല നാച്ചുറലായിട്ടുള്ള അഭിനയം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത്. പിന്നെ സുധീർ കരമന സാധാരണ കണ്ടുവരുന്ന ആ ഒരു രീതിയിലുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു നായികയായിട്ട് വന്ന രേണു സൗന്ദർ എന്ന് പറഞ്ഞൊരു നായികയുണ്ട്. പിന്നെ നല്ല അഭിനയമായിരുന്നു, പെർഫോമൻസ് കൊള്ളായിരുന്നു. പിന്നെ നമ്മുടെ അഭിരാമി വരുന്നുണ്ട്, അഭിരാമിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ഹരീഷ് പെരടി സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ടിനി ടോം ആയിരുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് പോലെ തോന്നിയത്. ഇത്രയും താരങ്ങൾ, വലിയ താരനിരകളൊന്നും സിനിമയില്ല, കുറഞ്ഞ താരങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. അത്യാവശ്യം കോമഡി ഉണ്ട്, ആണ് സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ എന്ന് പറഞ്ഞു ഞാൻ. UA സർട്ടിഫിക്കറ്റ് മൂവിയാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞല്ലോ അതുപോലുള്ള കുറച്ച് സീനുകളില്ല, കുറച്ച് സംസാരങ്ങളും ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറയുള്ളൂ. UA സർട്ടിഫിക്കറ്റ് ആണ് സിനിമ എന്നുള്ളത്. മാർജാര ഒരു കല്ല് വെച്ച നുണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.